അഖിലാത്മനാഥനല്ലയോ, അഖിലലോകേശ്വരനല്ലയോ, അഖിലാത്മാക്കൾക്കറിവായി വാഴും അഖിലലോകേശ്വരനല്ലയോ, ആശ്രിതവത്സലനല്ലയോ, എൻ്റെ ആശ്വാസരൂപനല്ലയോ, ആശ്രിതവത്സലനല്ലയോ, എൻ്റെ ആശ്വാസരൂപനല്ലയോ, ആനന്ദവല്ലഭനല്ലയോ, എൻ്റെ ആത്മാവിൽ വാഴുകയില്ലയോ, ആനന്ദവല്ലഭനല്ലയോ, എൻ്റെ ആത്മാവിൽ വാഴുകയില്ലയോ. അഖിലാത്മനാഥനല്ലയോ, അഖിലലോകേശ്വരനല്ലയോ, അഖിലാത്മാക്കൾക്കറിവായി വാഴും അഖിലലോകേശ്വരനല്ലയോ. ഇഹ പരലോകത്തിൻ്റെയുടയവനായി ഈ കാണും ദൃഷ്ടിയിൽ വാഴുന്നു നീ. ഇഹ പരലോകത്തിൻ്റെയുടയവനായി ഈ കാണും സൃഷ്ടിയിൽ വാഴുന്നു നീ. സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. അഞ്ചാലും നിന്റെ മധ്യേ ചില്ലീവിലവാസി ഈ ത്രിഭുവനാകിലം കാത്തുരക്ഷിക്കുമാദ്യം പഞ്ചാനാം പാണ്ഡവാനാം പ്രിയസഖി തിരുവാറൻ മുളത്തമ്പുരാ എന്നെഞ്ചിൽ കിഞ്ചിൽ പിരിഞ്ഞിടരുകതിനനിസം കാലമേ കൈതൊഴുന്നേൻ. ഗോവിന്ദ ഹരിനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരിനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ
നാമസങ്കീർത്തനം പാടി
ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ. 144 പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിൻ്റെ അത്യുന്നതമായ കർമ്മ പരിപാടികൾക്ക് സർവശക്തിര മഹാകാരുണ്യത്തിൽ കൂടി ആദർശക്കൊടി ഉയർത്തി ആരംഭം കുറിച്ച് ഇത് രണ്ടാം തിരുവുത്സവത്തിലേക്ക് എത്തി നിൽക്കുന്നു. സർവശക്തിര മഹാകാരുണ്യത്തിലൂടെ ഇന്നത്തെ പുണ്യ ദിന ആരംഭ സമയം മുതൽ സർവകർമ്മങ്ങളും മഹാരാധനയും അത്യുന്നതമായി നടത്തി ജന്മനക്ഷത്ര മഹാസ്തുതി സർവശക്തിയുടെ കാരുണ്യത്തിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ശുഭാനന്ദ ജ്ഞാന അമൃത പാരായണം എന്ന മഹനീയ കർമ്മം കൂടി സർവശക്തിയിലേക്ക് ഉൾപ്പെടുത്തി നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. സർവശക്തിയുടെ മഹാകാരുണ്യത്തിലൂടെ സർവശക്തിയുടെ പ്രത്യക്ഷകാരുണ്യത്തിലൂടെ ഈ മഹനീയ കർമ്മവും അനുഗ്രഹീതമായ ആനന്ദമായി നടത്തി തരണമേ എന്ന് യാചിച്ചു പ്രാർത്ഥിക്കുന്നു. ശുഭാനന്ദ ജ്ഞാന അമൃതം. ശുഭാനന്ദം ആദ്യന്തമില്ലാത്ത ബ്രഹ്മം, ആദിമന്ത്യവും മധ്യവുമില്ലാത്ത സാക്ഷാത് ബ്രഹ്മം, സർവത്തിനും കാരണഭൂതമായ സർവജ്ഞാന രൂപം. അത് ജ്ഞാനബ്രഹ്മം, അത് ശക്തിബ്രഹ്മം, അത് നാദബ്രഹ്മം. സർവകാരണഭൂതമായ കാര്യമായ കാരണമായ സർവശക്തി ഗുരു. ആ തിരുരൂപം ലോകത്തിലേക്ക് തിരുവവതാരമായി വന്നു. ആത്മലോകത്തിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടുന്ന നിഷ്കളങ്ക ജ്ഞാനത്തെയാണ് സർവജ്ഞാനമായി ബ്രഹ്മജ്ഞാനമായി സർവദാ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അമൃതമാണെന്നാണ് ഭഗവാൻ കൽപ്പിക്കുന്നത്. ജ്ഞാന അമൃതം. അമൃത് പുരാണത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അമൃത് ദേവന്മാരും അസുരന്മാരും മന്ദരപർവ്വതത്തെ കണയാക്കി വാസുകിയെ കയറാക്കി പാലാഴി കടഞ്ഞു. ശാപഗ്രസ്തരായ ദേവഗണങ്ങളുടെ ജരാതരകൾ ഒഴിവാക്കി അവരിൽ പുനരുദ്ധാരണം നടത്തുക. ശാപഗ്രസ്തരായ ദേവീദേവന്മാർ ജരാതര ബാധിച്ചുപോയി. കാരണം ദേവീദേവന്മാർക്ക് പ്രായം ബാധിക്കുന്നവരല്ല, കാലം ബാധിക്കുന്നവരല്ല, ജരാതരകൾ ബാധിക്കുന്നവരല്ല. എന്നാൽ ശാപഗ്രസ്തരായ ഒരു സാഹചര്യവശാൽ അവരൊക്കെ ഈ ജരാതര ബാധിച്ചു ദേവീദേവന്മാർ. അപ്പോൾ അതിൽ നിന്നും, ആ ശാപത്തിൽ നിന്നും അല്ലെങ്കിൽ ആ അനുഭവദോഷത്തിൽ നിന്നും ദേവീദേവന്മാരെയും ദേവലോകത്തെയും മുക്തമാക്കാൻ ത്രിമൂർത്തികൾ അനുവദിച്ച മാർഗമാണ്. ഭഗവാൻ നാരായണൻ അനുവദിച്ച മാർഗമാണ്. പാലാഴി കടയുക, അമൃതെടുക്കുക, ഭുജിക്കുക, ജനാദരകളും ജനനമരണാദികളും ഒഴിവാക്കുക. ജനാദരകൾ ബാധിച്ചാൽ പിന്നെ ജനനമരണാദികളും ബന്ധിക്കും. കാലം ബന്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ജനാദരകൾ ബാധിക്കുന്നത്. അങ്ങനെ ജനാദരകൾ ബാധിച്ചാൽ ജനനമരണങ്ങളും ബാധിക്കും. അതിനെ ഒഴിവാക്കുക, അതിനെ അമൃത് ഭുജിക്കുക. പക്ഷെ അമൃത് പാലാഴിയുടെ അടിത്തട്ടിലാണ്. അതിനെ കടഞ്ഞെടുക്കണം. അതിന് വലിയ കണ വേണം. അതിന് മന്ദരപർവ്വതത്തെ കണയായി നിർദ്ദേശിച്ചു, വാസുകിയെ കയറായി നിർദ്ദേശിച്ചു. ദേവന്മാർ ജനാദര ബാധിച്ച് അശക്തരായിരിക്കുക, അവരെ കൊണ്ട് ഇത് കടയാനുള്ള ബലമില്ല, ശക്തി. പറഞ്ഞ ശക്തന്മാരായ അസുരന്മാരെ കൊണ്ട് ദോഷകാരികളാണ്. എന്നാൽ അമൃത് കൊടുക്കാം. ദേവീദേവന്മാർക്ക് മരണമില്ലാതിരിക്കുന്നത്, അല്ലെ അവരുടെ ജനിമരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അമൃത് കുതിക്കുന്നു. ഇവർക്കും മരിക്കാതിരിക്കാമല്ലോ, അപ്പൊ അമൃത് തരാം എന്ന് പറഞ്ഞ ക്ഷണിക്കുന്നത്. അസുരന്മാരും ദേവന്മാരും ഒത്തുചേർന്ന് പാലാഴിയിൽ നിന്നും അമൃതെടുത്തു.
അസുരന്മാരെ കബളിപ്പിച്ചു കൊടുത്തില്ല. കാര്യം ഇവര് കാലില്ലാത്തവന്മാരായി പോയാൽ ലോകം നശിക്കാൻ വേണ്ട. ഇതിനെയൊക്കെ ഒന്നൊടിക്കാനും കാലാതെ വന്നു പോയാൽ എന്തെങ്കിലും. അതുകൊണ്ട് അതിൽ നിന്ന് അതിനെ ഒഴിവാക്കി ദേവലോകത്തിലേക്ക് ദേവദേവന്മാർക്ക് അതിനെ ഭജിക്കുവാൻ കൊടുത്തു. ഓരോ ജരാതരങ്ങളിൽ മാറി. അമൃത് നിത്യജീവൻ നിലനിർത്തുന്നതിന് വേണ്ടതാണ്. അപ്പോ ജനനമരണമറ്റ ശാശ്വതാവസ്ഥയിലേക്ക് എത്തിക്കുവാൻ ഉപകരിക്കുന്നതാണ് അമൃത്. ജ്ഞാന അമൃതം കലിയുഗത്തിൽ പരബ്രഹ്മസ്വരൂപം സാക്ഷാൽ സർവത്തിനും കാരണമായ ആദിനാഥൻ ആത്മനാഥൻ സർവദേവീദേവന്മാർക്കും ദൂതപരിവാരങ്ങൾക്കും ത്രിമൂർത്തികൾക്കും അവതാരമൂർത്തികൾക്കും എല്ലാം സൃഷ്ടാവായ ദൈവം സാക്ഷാൽ ഗുരു. അതാണ് ശുഭാനന്ദ രൂപത്തെ നമ്മൾ അവതാരമായി പരിഗണിക്കുമ്പോൾ, അവതാരമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ ആചാര്യ പരമ്പരകളിൽ പെടുത്തി വിശേഷിപ്പിക്കുമ്പോൾ, നവോത്ഥാന നായകന്മാരുടെ ശ്രേണിയിൽപ്പെടുത്തി നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ കാര്യമുണ്ട്. നമ്മൾ അറിയേണ്ട അതിപ്രധാനമായ ഒരു കാര്യമുണ്ട്. ശുഭാനന്ദ രൂപം സർവ അവതാരങ്ങളെയും ത്രിമൂർത്തികളെയും സർവലോകങ്ങളെയും സർവഭൂതഗണങ്ങളെയും സർവദേവീദേവന്മാരെയും സർവസൃഷ്ടികളെയും സർവമാധ്യജന്മങ്ങളെയും ഉത്ഭവിപ്പിച്ച ഏക സൃഷ്ടാവൊന്നാണ്. ത്രിമൂർത്തികളായാൽ അവതാരമൂർത്തികളായാൽ സൃഷ്ടി വ്യവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ, അത് ശുഭാനന്ദരൂപം. അപ്പൊ ഒരിക്കലും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു ഒന്നിനെ കുറച്ചു കാണാനും ഒന്നിനെ നിന്ദിക്കാനും ഒന്നും. പക്ഷെ സത്യത്തെ ബോധ്യപ്പെടുകയും സത്യത്തെ അംഗീകരിക്കുകയും ആ സത്യത്തിൽ വിശ്വസിച്ച് ജീവിതം ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സത്യത്തിൽ എത്താൻ പറ്റൂ. സത്യത്തെ അറിയുകയും സത്യത്തെ വിശ്വസിക്കുകയും ആ സത്യത്തിൽ ചേർന്ന് ജീവിതം ചെയ്യുകയും ചെയ്യെങ്കിൽ മാത്രമേ സത്യത്തിൽ എത്താൻ പറ്റൂ, സത്യമായി തീരാൻ പറ്റൂ. അപ്പോൾ ഒന്നിനോടും താദാത്മ്യപ്പെടുത്തുവാൻ കഴിയുന്ന വസ്തുവല്ല ശുഭാനന്ദരൂപം. ഒരു പരമ്പരകളിലും നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന വസ്തുവല്ല. സർവത്തിന്റെയും ഉൽപ്പത്തികർത്താവ് സൃഷ്ടാവ്, അതാണ് ശുഭാനന്ദരൂപം. അത് അനുഭവസ്ഥം വിശ്വസിക്കുന്നു, അനുഭവത്തിൽ കൂടി വിശ്വസിക്കുന്നു. ആ അനുഭവത്തിൽ എത്തണമെങ്കിൽ ആദ്യം ഈ അറിവിനെ വിശ്വസിക്കണം. അറിയുക, വിശ്വസിക്കുക, പ്രവർത്തിക്കുക, അനുഭവിക്കുക. ആത്മീയത്തിന്റെ വഴി അങ്ങനെ. ലോകകാര്യങ്ങളിൽ അനുഭവമാണ് ഗുരു എന്ന് പറയുന്നത്. നമ്മൾ അനുഭവത്തിൽ കൂടിയാണ് പല കാര്യങ്ങളും പരിപൂർണമായി വിശ്വസിക്കുന്നത്. ആത്മീയത്തിൽ ആദ്യം അനുഭവം കിട്ടുകയില്ല. ആത്മീയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ലോക ജീവിത കർമ്മങ്ങളെ ആധ്യാത്മികമായ അറിവുകൾക്ക് അനുസൃതമാക്കി കർമ്മ വഴിയെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ആത്മീയത്തെ അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റൂ, ആധ്യാത്മികതയെ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ആത്മീയ സഞ്ചാരികളായി നിൽക്കുന്നവർ അംഗീകരിച്ച് വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം തത്വം അറിയുക, വിശ്വസിക്കുക. എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഗുരുമുമ്പാകെയാണോ നമ്മൾ എത്തിയതെന്ന് പരിശോധിക്കുക. ശുഭാനന്ദഗുരുദേവൻ ദൈവമാണെന്ന പരമസത്യം ഏതെല്ലാം നിലയിൽ നമ്മൾ ഈ സത്യത്തിന്റെ ആഴങ്ങളിലേക്കൊന്നും പോയില്ലെങ്കിൽ, ഈ സർവജ്ഞാനത്തെ ഗ്രഹിച്ച് സർവജ്ഞാനികളായി തീർന്നില്ലെങ്കിൽ, ഓരോ നിമിഷവും നമ്മളിലേക്ക് അനുഭവമാക്കുന്ന ആത്മസുഖത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ശുഭാനന്ദ ഗുരുദേവൻ ദൈവമാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ട്. ആ അറിവുകളെ പരിപൂർണമായി വിശ്വസിക്കാൻ കഴിയും. അങ്ങനെ പരമശ്രേഷ്ഠനായ പരമഗുരുവിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളെ പരിപൂർണമായി വിശ്വസിക്കുക. ആത്മീയ അനുഭവങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ അതാണ് മാർഗം.
ആ വിശ്വാസം നമ്മളിൽ ഉണർത്തുവാനും അടിയുറപ്പിക്കുവാനും അനേക അനുഭവങ്ങൾ ആത്മീയമായും ഭൗതികമായും നമ്മളിലേക്ക് ഭഗവാൻ സ്വന്തം ത്യാഗകർമ്മത്തിലൂടെ സ്വന്തം കർമ്മഫലത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കും. ഇന്നും നമ്മൾ മധ്യാഹ്നത്തിൽ ആരാധനയിൽ ബന്ധിച്ചു, ആനന്ദിച്ചു. ആരുടെ കർമ്മഫലമാണ്? 4 നാൾ ആചാര ജീവിതം, 3 നാൾ വിശുദ്ധ ജീവിതം, വിശുദ്ധ വ്രതം എന്ന നിയമത്തെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് അതിന്റെ പരിപൂർണാവസ്ഥയിൽ പരിപാലിച്ചുകൊണ്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ വന്നതുകൊണ്ട് നമ്മളിൽ എത്തിയതാണോ ഈ ആനന്ദം? ഈ ആരാധനയിലൂടെ ആനന്ദം, ആരാധനയിലൂടെ ആശ്വാസം, ആനന്ദം. അങ്ങനെ കിട്ടണമെങ്കിൽ അറിവ്, ആചാരം, വിശുദ്ധി, ഈ 3 പടികൾ കയറണം. നമ്മുടെ യോഗ്യത കൊണ്ട് നമ്മളിലേക്ക് ആശ്വാസവും ആനന്ദവും എത്തണമെങ്കിൽ അറിവ്, ആചാരം, വിശുദ്ധി എന്ന 3 പടികൾ കയറണം. നമ്മൾ സ്വയം ആനന്ദിക്കാൻ യോഗ്യത ഉള്ളവരാണ് എന്ന് അവകാശപ്പെടണം. അത് നമുക്ക് സ്വയം പരിശോധിച്ചാൽ മതി. അപ്പോൾ ലഭിച്ച ആനന്ദം എവിടെ നിന്നാണ്? ഗുരുവിന്റെ കർമ്മഫലമായി നമ്മളിലേക്ക് എത്തിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ. ഗുരു നൽകുന്ന അറിവുകളുടെ അനുഭവം, അതിന്റെ പരിപൂർണാവസ്ഥ, ഗുരുവിൽ നിന്ന് നമ്മളിലേക്ക് പ്രഭവിക്കുന്ന ജ്ഞാനബിന്ദുക്കൾ നമ്മുടെ ആത്മാവിനെ ഉണർത്തുകയും ഉയർത്തുകയും അനുഭവ സുഖത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന മഹാസത്യമാണ് എന്ന ബോധ്യം അനുഭവത്തിൽ കൂടി ആരാധനകളിലൂടെയും ദൈവിക കർമ്മങ്ങളിലൂടെയും നമ്മളെ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ ഈ അറിവിന്റെ പൂർണ്ണതയിലേക്ക് ഉയരുന്ന ആത്മാവിന്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഗുരു അറിയിക്കുന്ന അറിവുകളെ, ഗുരു അറിയിക്കുന്ന ജ്ഞാനങ്ങളെ പരിപൂർണമായി വിശ്വസിക്കും, അതിന്റെ പിന്നാലെ സഞ്ചരിക്കും. കാര്യം ഈ അനുഭവ സുഖത്തിന്റെ, ഗുരു നമ്മളിലേക്ക് സ്വന്തം കർമ്മഫലമായി ദാനം ചെയ്യുന്ന അനുഭവ സുഖത്തിന്റെ പരിപൂർണാവസ്ഥ ഏതു നിലയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത് എന്ന വിശ്വാസം, പ്രതീക്ഷ വയ്ക്കും. നമ്മൾ ആ അറിവിന് പിന്നാലെ സഞ്ചരിക്കും. ആത്മാവ് ഗുരുരൂപമായി, നിത്യാനന്ദ രൂപമായി, സത്യരൂപമായി പരിണമിക്കും. അതിനുള്ള അമൃതമാണ് ശുഭാനന്ദ ജ്ഞാനം. ഇത് ആത്മാവിനെ പുനർജനിപ്പിക്കും. ആത്മാവിനെ ജനിമരണ ചക്രങ്ങളിൽ നിന്ന് ഉയർത്തും, അഥവാ നിത്യമോക്ഷത്തിലേക്ക് എത്തിക്കും. ജനന മരണമറ്റ ആത്മാവിനെ അതിന്റെ തനതായ അവസ്ഥാവിശേഷത്തിലേക്ക്, അനുഭവവിശേഷത്തിലേക്ക് രൂപാന്തരപ്പെടുത്തി കഴിയുമ്പോൾ പിന്നെ ജനനമില്ല, മരണമില്ല, ജരാജരകളില്ല. ശുഭാനന്ദ ജ്ഞാന അമൃതം അത് നമ്മളെ നിത്യതയിലേക്ക്, നിത്യാനന്ദത്തിലേക്ക്, നിത്യസ്വർഗത്തിലേക്ക്, നിത്യാനന്ദ സ്വരൂപനാകുന്ന ഗുരുരൂപത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സർവശക്തി തിരുവതാരമായി വന്ന് അവതരിപ്പിച്ചിരിക്കുന്നു. 144ാമത് പുണ്യപൂരത്തിന്റെ ഉന്നതമായ ആഘോഷവേളയിൽ നമുക്കായി അനുവദിച്ചു തന്നിരിക്കുന്ന ജ്ഞാനാമൃത പാരായണം. അതിന്റെ വിഷയം പുസ്തകമുള്ളവർക്ക് നോക്കാം. 8ാം അധ്യായം, ആത്മാവ് എന്ന അധ്യായമാണ്. ആത്മാവ്. നിവാരണിനായ ഉന്നതരാജ മഹാകാരിക്കും എല്ലാ ഹൃദയങ്ങളിലും എത്തട്ടെ. ആ അനുഗ്രഹവും ആനന്ദവും സുഖവും അറിവും എല്ലാ ഹൃദയങ്ങളെയും സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് ദൈവത്തിന്റെ അറിവും ശക്തിയും ജീവനും കൊണ്ടാണ് ആത്മീയ ലോകമാകുന്ന ആത്മാവിനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ അറിവും ശക്തിയും ജീവനും കൊണ്ടാണ് ആത്മീയ ലോകമാകുന്ന ആത്മാവിനെ സൃഷ്ടിച്ചത്. അത് ഗുരുവിൽ നിന്നും കിട്ടിയ അറിവ് അറിവായിട്ടും, പ്രവൃത്തി പ്രവൃത്തിയായിട്ടും, അനുഭവം അനുഭവമായിട്ടും, ആശ്വാസം ആശ്വാസമായിട്ടും, ഇങ്ങനെ ഗുരുവിൽ നിന്ന് കിട്ടിയ അറിവും പ്രവൃത്തിയും അനുഭവവും ആശ്വാസവും തന്നെ ശിഷ്യനായി തീർന്നു. ഇത് എള്ളിൽ എണ്ണ എന്നതുപോലെ മൺശരീരത്തിൽ വസിക്കുന്നു. ഇവ വിട്ടുപോയാൽ പിന്നെ യാതൊന്നുമില്ല. അതുകൊണ്ട് ഗുരുവിൽ നിന്നും കിട്ടി ശിഷ്യനിലിരിക്കുന്ന ത്രിഗുണങ്ങളുടെ പ്രതിഫലമാണ് ആശ്വാസം. ഈ ആശ്വാസം എവിടെ നിന്ന് കിട്ടി എന്ന് ശിഷ്യൻ ചിന്തിച്ചു നോക്കുമ്പോൾ അത് ഗുരുവിൽ നിന്ന് കിട്ടി എന്ന് അവന് അല്ലെങ്കിൽ അവൾക്ക് തെളിയുന്നു. അതാണ് ഗുരുവിങ്കിലേക്കുള്ള വിശ്വാസം. അപ്പോ വിജ്ഞാനങ്ങളെ കേൾക്കുക, വിശ്വസിക്കുക, കർണിക്കുക, അനുഭവിക്കുക.
എന്താണ് ഗുരുവിങ്കലേക്കുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം? ദൈവത്തിന്റെ അറിവും ശക്തിയും ജീവനും കൊണ്ടാണ് ആത്മീയ ലോകമാകുന്ന ആത്മാവിനെ സൃഷ്ടിച്ചത്. കാര്യം മറ്റൊന്നിൽ നിന്ന് സൃഷ്ടിക്കാൻ വേറെ യാതൊന്നും ഉണ്ടായിരുന്നു. അതിൽ നിന്നുണ്ടായതേ ഉള്ളൂ പ്രപഞ്ചത്തിൽ സർവ്വതും. അതിൽ നിന്നും അല്ലാത്തതായി യാതൊന്നുമില്ല. എന്തിനേയും ഏതിനേയും സൃഷ്ടിപ്പാൻ ഈശ്വരനല്ലാതെ ഗുരുവല്ലാതെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ അറിവും ശക്തിയും ജീവനും കൊണ്ടാണ് ആത്മീയ ലോകമാകുന്ന ആത്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. തന്നെ അറിഞ്ഞോരറിവിൽ നിന്ന് ആത്മാക്കളാകെ ഉളവായി വന്നു. തന്നെ ബ്രഹ്മജ്ഞാന രൂപം. ആ ബ്രഹ്മജ്ഞാന രൂപത്തെ തന്നെ തന്റെ ഗുണവിശേഷങ്ങളെ സ്വയം തിരിച്ചറിഞ്ഞ അറിവാണ് ആത്മാവായി രൂപാന്തരപ്പെട്ടത്. ബ്രഹ്മജ്ഞാനം അത് അനാദിമധ്യാന്തമായ അറിവ്, ആദിയും അന്തവും മധ്യവും ഇല്ലാത്ത അറിവ്. അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന വാക്ക് അതൊരു വസ്തുവല്ല. അതൊരു വസ്തുവല്ല, ആദിയും അന്തവും ഇല്ലാത്ത ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന ഒരു സൂചികയാണ് ബ്രഹ്മം. ബ്രഹ്മത്തെ അതൊരു രൂപമായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഭഗവാൻ രൂപം ധരിച്ചു വന്നത്. കാരണം ആ ഏകവസ്തു അത് സ്വയം അറിഞ്ഞ അറിവാണ്. തൻ്റെ ഗുണങ്ങളെ, തൻ്റെ ഗുണവിശേഷങ്ങളെ താൻ സ്വയം അറിഞ്ഞ അറിവാണ് ആത്മാവായത്. അത് സത്യോപദേശം, ജന്മാന്തര ജ്ഞാനോപദേശം ഗ്രഹിച്ചിട്ടുള്ളവർക്കറിയാം. എന്തായി താൻ തന്നെ അറിഞ്ഞു. ഭഗവാനിൽ 7-ാം തിരുവയസ്സിൽ താൻ ഈ ലോകപ്രപഞ്ചത്തിലേക്ക് വെളിപ്പെടുത്തി കാട്ടിയ പഞ്ചകിരണ മഹാദർശനം, ഭഗവത് തൃക്കടത്തിൽ കാണുന്ന 5 ചിഹ്നങ്ങൾ, 5 മുദ്രകൾ. അതിന്റെ അർത്ഥം അത് തൻ്റെ ആദ്യന്തമില്ലാത്ത 5 ഗുണങ്ങളെ പ്രതികരിച്ചാണ് ഇത് പ്രകാശിപ്പിച്ചിരിക്കുന്നത്. നീലവൃത്താകാരം, അർദ്ധചന്ദ്രക്കല, മുക്കോണായ 3 നക്ഷത്രം, മധ്യേ പാൽ നിറം തോൽക്കുന്ന ശംഖ്, ഉപരിയായി സൽക്കർമ്മ പ്രകാശം അഥവാ ബാലാർക്ക ബിംബം. ഇങ്ങനെ 5 ചിഹ്നങ്ങളുണ്ട്. സർവശക്തി തന്റെ പൂർണ്ണാവസ്ഥയിൽ നിന്ന്, നിശ്ചലമായിരുന്ന അവസ്ഥയിൽ നിന്ന്, നിർവികാരമായിരുന്ന അവസ്ഥയിൽ നിന്ന് സവികാരമായപ്പോൾ താൻ സ്വയം തന്നെ അറിഞ്ഞ അറിവാണ്. ആ ഗുണ സമ്മിശ്രമായ രൂപമാണ് ആത്മാവ്. ഇത്രയൊക്കെ പറയാൻ പറ്റും. അപ്പോ ദൈവത്തിന്റെ അറിവും ശക്തിയും ജീവനും കൊണ്ടാണ് ആത്മീയ ലോകമാകുന്ന ആത്മാവിനെ സൃഷ്ടിച്ചത്. ആത്മാവിൽ അറിവുണ്ട്. ആ അറിവ് അതിന്റെ സൃഷ്ടാവായ ഗുരുവിൽ തന്നെ നിലനിന്ന അറിവാണ്. ജീവനുണ്ട്. സൃഷ്ടാവിൽ തന്നെ നിലനിന്ന ജീവനാണ്. ശക്തിയുണ്ട്. അത് സൃഷ്ടാവിൽ തന്നെ നിലനിന്ന ശക്തിയാണ്. അല്ലേ? അതാണ് നമ്മളിലും ജീവനായും ശക്തിയായും അറിവായും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം ഒന്നാണ് എന്ന് പറയുന്നത്. എല്ലാം ഒന്നാണ്, നാം എല്ലാവരും ഒന്നാണ്. ഒന്നിൽ നിന്ന് വന്നു നാം ഒന്നിലേക്ക് തന്നെ ചേരുന്നു. ഇത് നമുക്ക് തന്ന മുദ്രാവാക്യമാണ്. എല്ലാം ഒന്നാണ്, നാം എല്ലാവരും ഒന്നാണ്. ഒന്നിൽ നിന്ന് വന്നു നാം ഒന്നിലേക്ക് ചേരുന്നു. അപ്പോ
എന്തുകൊണ്ടാണത്? വന്നതായാലും നിന്നതായാലും പോകുന്നതായാലും എല്ലാം ഈ ഒന്നല്ലാതെ മറ്റൊന്നില്ല എന്ന സത്യമായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ അറിവും ശക്തിയും ജീവനും കൊണ്ടാണ് ആത്മീയ ലോകമാകുന്ന ആത്മാവിനെ സൃഷ്ടിച്ചത്. അത് ഗുരുവിൽ നിന്ന് കിട്ടിയ അറിവായിട്ടും പ്രവൃത്തിയായിട്ടും അനുഭവമായിട്ടും, അതായത് അറിവ്, കർമ്മം, അനുഭവം, ആശ്വാസമായിട്ടും, ഇങ്ങനെ ഗുരുവിൽ നിന്ന് കിട്ടിയ അറിവും പ്രവൃത്തിയും അനുഭവവും ആശ്വാസവും തന്നെ ശിഷ്യനായി തീർന്നിരിക്കുന്നു. ഇത് എള്ളിൽ എണ്ണ എന്ന പോലെ മനുഷ്യജീവിതത്തിൽ ഇവിടെ ശിഷ്യനെന്ന് ഉദ്ദേശിക്കുന്ന ആത്മാവിനെയാണ്. ശിഷ്യനെന്ന് പറഞ്ഞാൽ ആത്മാവാണ്. എപ്പോഴാണ് ശിഷ്യരായി തീരുന്നു? ഗുരു അറിയിക്കുന്ന അറിവിനെ സ്വീകരിച്ച് ആത്മാവായി രൂപാന്തരപ്പെടുമ്പോഴാണ്. ആ അറിവിനെ ഗ്രഹിച്ച് ആ അറിവിനൊത്ത കർമ്മങ്ങളെ അനുഷ്ഠിച്ച് ആത്മാവായി രൂപാന്തരപ്പെട്ട ആത്മഗുണങ്ങളെ പ്രകാശിപ്പിക്കുമ്പോഴാ ശിഷ്യനാകുന്നു. അങ്ങനെ ശിഷ്യരായി തീരാൻ വേണ്ടിയാണ് ഒരു പൂർണ്ണ ശിഷ്യനാകുന്നത്. അപ്പോഴാണ് ഗുരുവിന്റെ ഗുണങ്ങൾ ആത്മഗുണമായി വരണം. ആത്മഗുണമായി വരണമെങ്കിൽ ആത്മാവിൽ ആ ഗുണം പ്രകാശിക്കണം. ആത്മാവിൽ ആ ഗുണങ്ങൾ പ്രകാശിക്കണമെങ്കിൽ ആ ഗുരു അറിയിക്കുന്ന അറിവ് കൊണ്ട് ആത്മാവായി തീരണം. ഇപ്പൊ ശിഷ്യനാരാ? ആത്മാവ് അല്ലേ? അതെങ്ങനെ ഇരിക്കുന്നു? എള്ളിൽ എണ്ണ പോലെ മനുഷ്യരീരത്തിൽ വസിക്കുന്നു. എന്ത് ആത്മാവ് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആത്മാവ് എവിടെ ഇരിക്കുന്നു? മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ആത്മാവ് ഇരിക്കുന്നത്? അത് എവിടെയാണ് ഇരിക്കുന്നത്? എങ്ങനെയാണ് ഇരിക്കുന്നത്? എള്ളിൽ എണ്ണ പോലെ ഇരിക്കുന്നു. എള്ളിന്റെ ഏതെങ്കിലും ഭാഗത്ത് എണ്ണയില്ലാതുണ്ടോ? ഇല്ല. പാലിൽ വെണ്ണ പോലെയാണ്. പാലിന്റെ എല്ലാ തന്തുവിലും വെണ്ണയുണ്ട്. അതിനെ എത്രയായിട്ട് വിഭജിച്ചാലും അതിൽ ആ വെണ്ണ എന്ന തത്വമുണ്ട്. അത് അതിലെ അടിസ്ഥാന തത്വമാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ കലർന്നിരിക്കുന്നു ആത്മാവ്. കാര്യം ആത്മാവിന്റെ ഭഗവാൻ ഇന്നലെ ആരാധനയിൽ കൽപ്പിച്ചു. ആ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യജന്മത്തിൽ അറിവായും കർമ്മമായും അനുഭവമായും പ്രകാശിക്കുന്നു. ശരീരത്തിന്റെ ഓരോ കലകളും അതാതിന്റെ ശക്തിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തിലെ ഓരോ കോശങ്ങളും അല്ലേ, അതിൽ ഓരോന്നിലും 3 ഘടകങ്ങളുണ്ട്. അത് ഓരോന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കണികകളും ഓരോ കലകളും അതാതിന്റെ ശക്തിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബഹുത്വങ്ങളായ ശക്തികളെ ഏകോപിപ്പിച്ച് അതിനെ ഉത്കൃഷ്ട കർമ്മങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തി, ഉത്കൃഷ്ടമായ അറിവിനനുസൃതമായ കർമ്മങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തി ഉത്കൃഷ്ട അനുഭവങ്ങളിലേക്ക് ഓരോ ജന്മങ്ങളെ എത്തിക്കുന്നത് പരമാത്മാവിന്റെ ജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ കൽപ്പിച്ചു പൂരം. എന്തുകൊണ്ടാണ് പൂരം നമ്മുടെ ജന്മദിനമാണ് എന്ന് പറയുന്നത്? പരമാത്മവാദത്തിലെത്തി, പരമഗുരുവിന്റെ വാദത്തിലെത്തി ആ ജ്ഞാനം കൊണ്ട് നമ്മുടെ ആത്മാവിൽ പ്രകാശം വന്നപ്പോഴാണ് നമ്മൾ പൂരമായി. നമ്മുടെ ആത്മാവ് ആ ജ്ഞാനം കൊണ്ട് പ്രകാശിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ് പുനർജനിച്ചു. അപ്പോൾ ഗുരുജ്ഞാനം കൊണ്ട് നമ്മളിലെ ആത്മഗുണം പ്രകാശിച്ചു. അതുകൊണ്ട് നമ്മുടെ എല്ലാ ജന്മദിനം പൂരമാണ് എന്നാണ് ഭഗവാൻ കൽപ്പിച്ചത്. അതാണ് അതിന്റെ പരമസത്യം. ഭഗവാൻ കൽപ്പിക്കുന്നതാണ് സത്യം. അപ്പോ എള്ളിൽ എണ്ണ കണക്കെ, പാലിൽ വെണ്ണ കണക്കെ മനുഷ്യ ശരീരത്തിൽ കലർന്നിരിക്കുന്നു. എന്ത്? ഗുരുവിന്റെ അറിവ്, ഗുരുവിന്റെ ശക്തി, ഗുരുവിന്റെ ജീവൻ അല്ലേ? അത് മനുഷ്യജന്മത്തിൽ അറിവായും കർമ്മമായും അനുഭവമായും ആശ്വാസമായും നിലനിൽക്കുന്നു. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ
ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഭഗവാനേ എന്തകതളിരിൽ അനുദിനം എഴുന്നള്ളി വാഴണമേ. അനുദിനം
ആനന്ദം മതിയേ ആദിനാഥൻ തരും ആനന്ദം മതിയേ ആനന്ദം മതിയേ ആനന്ദം മതിയേ ആദിനാഥൻ തരും ആനന്ദം മതിയേ ആനന്ദം മതിയേ നക്ഷത്രത്തിൽ ജന്മമെടുത്തോരു ജന്മിയാമെന്റെ ഗുരുവരനെ നക്ഷത്രത്തിൽ ജന്മമെടുത്തോരു ജന്മിയാമെന്റെ ഗുരുവരനെ നക്ഷത്രത്തിൽ ജന്മമെടുത്തോരു ജന്മിയാമെന്റെ ഗുരുവരനെ
ജ്ഞാന കണ്ണായന്റെ കായാകുമേനി കണ്ടാൽ മതി എനിക്ക് കണ്ടാൽ മതി എനിക്ക് ജ്ഞാന കണ്ണായന്റെ കായാകുമേനി കണ്ടാൽ മതി എനിക്ക് കണ്ടാൽ മതി എനിക്ക് ജ്ഞാന കണ്ണായന്റെ കായ
ഒരുമിച്ചിടാം
വാഴട്ടെ